ഇപ്പോൾ ഓട്ടോ എക്സ്പോ നടക്കുകയാണല്ലോ, അതുപോലെ തന്നെ കലോത്സവം കഴിഞ്ഞു. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ഉദാഹരണം പറയാം. ആ ഒരു ഉദാഹരണത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് തുടങ്ങാം. ഉദാഹരണം വേറൊന്നല്ല, ഇപ്പോൾ രണ്ട് ഐറ്റംസ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം, ഫോർ എക്സാമ്പിൾ മിമിക്രിയോ സിനിമാറ്റിക് ഡാൻസോ, തീർത്തും പോപ്പുലർ അല്ലാത്ത എന്നാൽ കാമ്പുള്ള ഐറ്റം, കൂടിയാട്ടം പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഐറ്റം. ഈ രണ്ട് ഐറ്റത്തിൻ്റെയും ഓഡിയൻസ് എന്ന് പറയുന്നത് തീർത്തും വ്യത്യാസമായിരിക്കും. അതായത് ഈ ഒരു ജനകീയമല്ലാത്ത ഐറ്റത്തിന് കാണാൻ ആളുകൾ കുറവായിരിക്കും. ഇപ്പോൾ സമ്മാനം കിട്ടിയാലും കൂടുതൽ ആ ഒരു അറ്റൻഷൻ കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് വിസിബിൾ ആയിട്ട് വരിക ആ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഐറ്റം കളിച്ച ആ ഒരു കുട്ടിയായിരിക്കും. അങ്ങനെ ഏറ്റവും പോപ്പുലറായിട്ട് ആ ഒരു ഐറ്റം കളിച്ച കുട്ടിയായിട്ട് നമുക്ക് ജിമ്മിനെ കാണാം. അതുപോലെ തീർത്തും പോപ്പുലർ അല്ലാത്ത ആ ഒരു ഐറ്റം കളിച്ച ആ ഒരു കുട്ടിയായിട്ട് നമുക്ക് ഫ്രോങ്സിനെ കാണാം. അതായത് രണ്ട് വണ്ടികൾ ഒരേ സമയം ഇറങ്ങി വന്നു ആ ഒരു സ്റ്റേജിലേക്ക് അൺവീൽ ചെയ്യാനായിട്ട്. പക്ഷേ ആ ഒരു ജിംനിയുടെ പ്രതിഭയിൽ അല്ലെങ്കിൽ ജിംനിയുടെ ആ ഒരു പ്രതിഫലനത്തിൽ മുങ്ങിപ്പോയ ഒരു വണ്ടിയായിരുന്നു ഫ്രോങ്സ്. അപ്പോൾ ഫ്രോങ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു പ്രതിഭ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു അവാർഡ് കിട്ടിയ കുറഞ്ഞ ആ ഒരു ഐറ്റം കളിച്ച ആ ഒരു കൊച്ചിൻ്റെ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൂടെയാണ് ആ ഒരു കുഞ്ഞാണ് നമുക്കിന്ന് ഫ്രോങ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രോങ്സിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഫ്രോങ്സ്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരിത്തിരി ബീഫപ്പ് ചെയ്തിട്ടുള്ള മാരുതി സുസുക്കി ബലെനോ. അപ്പോൾ ഫ്രോങ്സ് ഇറങ്ങി വന്നു ബുക്കിംഗ് ഒക്കെ ജിമ്മിയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന അറ്റൻഷനായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു വാഹനത്തിൻ്റെ രൂപഭംഗി തന്നെയായിരുന്നു. അതായത് തീർത്തും കൗതുകമുള്ള ഒരു രൂപമാണ് ഫ്രോങ്സിന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LED ഹെഡ്ലാംപ്സ്, ബെമ്പറിലേക്ക് ഇറങ്ങിയ ഹെഡ്ലാംപ്സ് ആണെങ്കിലും അതല്ല ആ ഒരു DRL പോലുള്ള കാര്യങ്ങൾ, മാത്രമല്ല ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിറ്റാരയുടെ ആ ഒരു ഡിസൈൻ ക്യൂസ് പേറുന്ന ആ ഒരു ഗ്രില്ലും, വശങ്ങളിലെ ബോഡി ലൈനുകളാണെങ്കിലും വീൽ ആർച്ചുകളാണെങ്കിലും പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ആണെങ്കിലും എല്ലാം തന്നെ ഒരിത്തിരി കൗതുകം തോന്നിക്കുന്നുണ്ട്. അതായത് ആഹാ ഇത് കൊള്ളാമല്ലോ എന്നുള്ള ഒരു ലുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നിലേക്കാണെങ്കിലും ബലെനോ തന്നെയും പിൻഭാഗം മോശമൊന്നുമല്ല, നല്ല ലൈറ്റുകളാണ്. പുതിയൊരു ബലെനോ വന്നപ്പോൾ തന്നെ നല്ല ഒരു ടെയിൽ ലാംപ്സ് ആയിരുന്നു LED-യുടെ. ഈ ഫ്രോങ്സിലാണെങ്കിൽ രണ്ട് LED ലൈറ്റുകളെ അവർ കണക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ട്രെൻഡാണിത്. പല വണ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. MG ഹെക്ടറിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ വേരിയന്റ് ഞാൻ അന്ന് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്തപ്പോൾ ആ ഒരു വണ്ടിയിൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലേഡ് LED എന്നൊക്കെ പറഞ്ഞിട്ട് കണക്റ്റിംഗ് ആ ഒരു LED അത് സോണറ്റിൽ മുന്നേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഹുണ്ടായുടെ എല്ലാ വണ്ടിയും തന്നെ ഉണ്ട്. വെന്യൂല് കണ്ടു. അതുപോലെ പുതിയ i20 അല്ലെങ്കിൽ i20 അല്ല i10 നിയോസിനകത്ത് ഞാൻ ലൈറ്റ് കണ്ടു. അപ്പോൾ അതിന് പുതിയ ട്രെൻഡാണ്. ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രോങ്സ് കണ്ടു. ശരിക്കും രൂപത്തിൽ ഭംഗിയുള്ള അല്ലെങ്കിൽ കൗതുകമുള്ള ഒരു ക്രോസ് ഓവറാണ് ഫ്രോങ്സ്. ഈ ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഹാച്ച് ബാക്കിൻ്റെതായിട്ടുള്ള എല്ലാ സവിശേഷതയും ഉണ്ടാവും, എന്നാൽ SUV-യുടെ കൈൻഡ് ഓഫ് ലുക്സും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സങ്കരയിനമായിട്ട് നമുക്ക് ആ ഒരു ക്രോസ് ഓവറിനെ കാണാം. ആ ഒരു ക്രോസ് ഓവറിലേക്കാണ് അല്ലെങ്കിൽ ക്രോസ് ഓവറിൻ്റെ ആ ഒരു സെഗ്മെന്റിലേക്കാണ് ഫ്രോങ്സ് വരുന്നത്. ബലെനോ തന്നെ ജനകീയമായ വണ്ടിയാണ്. ബലെനോയുടെ ഒരു ഫ്രോങ്സ് എന്ന് പറയുന്ന ക്രോസ് ഓവറിനെ കാത്ത് കുറച്ചധികം പേര് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രോസ് ഓവറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും കുറച്ച് പഴഞ്ചൊല്ലൊക്കെ നോക്കി പറഞ്ഞാൽ അമ്മാത്തുനിന്ന് ഇറങ്ങി ഇല്ലത്ത് എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ ഹാച്ച് ബാക്കിൽ നിന്ന് പോന്നു, എന്നാൽ SUV എത്തിയിട്ടില്ല. ഇടയിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ് ഫ്രോങ്സ് അല്ലെങ്കിൽ ക്രോസ് ഓവർ. ഫ്രോങ്സ് ഞാൻ പറഞ്ഞില്ല, ക്രോസ് ഓവർ. ഇപ്പോൾ ടൊയോട്ടയുടെ എറ്റിയോസിന്റെ ക്രോസ് ഓവർ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. i20യുടെ ക്രോസ് ഓവർ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റ് പല വണ്ടികളിലെയും ക്രോസ് ഓവർ നമ്മൾ കണ്ടിട്ടുണ്ട്, പോളോയുടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഒന്നുമില്ലാത്ത ഒരു ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു ഇത്തിരി കൗതുകം ഈ ഒരു ഫ്രോങ്സിന് തോന്നിച്ചു. അതായത് ഒരു ഏച്ച് കെട്ടി മുളച്ചിരിക്കുന്ന ഒരു വണ്ടിയല്ല ഫ്രോങ്സ്. തീർത്തും ഡിസൈൻ ചെയ്ത് ആ ഒരു കാര്യത്തിനായി ഡിസൈൻ ചെയ്ത് വന്ന വണ്ടിയായിട്ട് ഫ്രോങ്സിനെ എനിക്ക് തോന്നി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പുതുമയായിട്ട് തോന്നിയത്. ഇപ്പോൾ വിറ്റാരയുടെ ആ ഒരു ഗ്രില്ല് കൊടുക്കാൻ തോന്നിച്ച കാര്യം എന്ന് പറയുന്നത് മികച്ചൊരു തീരുമാനമായിട്ട് തോന്നി. കാരണം വിറ്റാരയ്ക്ക് ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്കിന്റെ ഒരു ചെറിയ രൂപമെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഭാഗമെങ്കിലും ഈ ഒരു ഫ്രോങ്സിന് കിട്ടും. ആകെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു പേരാണ് ഫ്രോങ്സ്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബ്രോങ്കോ എന്നൊക്കെ പറയുന്ന ഫോർഡിന്റെ വണ്ടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോങ്സ് എന്ന് പറയുമ്പോൾ ബ്രോങ്സ് എന്നൊക്കെ ആളുകൾ വായിക്കാനും പറയാനൊക്കെ സാധ്യതയുണ്ട്. തീർത്തും ഫ്രോങ്സ് ആണ്, F ആണ് കേട്ടോ, ഫ്രോങ്സ് ആണ്. പിന്നെ SUV-യുടെ കുറച്ചുകൂടി ഡിസൈൻ ക്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്കിഡ് പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. 360 ക്യാമറ ബലെനോയെ കണ്ട പോലെ ഈ ഒരു വണ്ടിക്കകത്തും കണ്ടു. അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കണ്ടു. ഡാഷ്ബോർഡ് കാര്യമായിട്ട് മാറ്റൊന്നുമില്ല. ആ ഒരു ബലെനോയെ കണ്ട ആ ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. സ്മാർട്ട് സ്റ്റുഡിയോ പ്ലസും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മൾ കണ്ടു. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലുക്കിലാണ് കൂടുതലായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ലുക്കിൽ മാത്രമല്ലല്ലോ വർക്കിലുമുണ്ട് കാര്യം എന്നുള്ളത് മനസ്സിലായി. അതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എഞ്ചിനൊക്കെ മാറിയിട്ടുണ്ട്. എഞ്ചിൻ എന്ന് പറയുന്നത് ബലെനോയിൽ കണ്ട ആ ഒരു 89 bhp 113 എണ്ണം 1.2 ലിറ്റർ K സീരീസ് റിഫൈൻഡ് ആയിട്ടുള്ള K സീരീസ് എഞ്ചിൻ തന്നെയാണ്. പിന്നെ എന്താണ് പുതുമ എന്നല്ലേ? ആ പുതുമയാണ് ബൂസ്റ്റർജെറ്റ്. തീർത്തും പുതുമയല്ല, പഴമയാണ്. പഴയ ബലെനോ RS നമ്മൾ ആ ഒരു ടർബോ-പെട്രോൾ ബൂസ്റ്റർജെറ്റ് കണ്ടിട്ടുണ്ട്. അതേ 1 ലിറ്റർ എഞ്ചിനാണ് അല്ലെങ്കിൽ അതേ 1 ലിറ്റർ എഞ്ചിന്റെ ഒരു പുതിയ രൂപമാണ് ഈ ഒരു ഫ്രോങ്സിൽ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 99 bhp പവറും ഏകദേശം 147 Nm ടോർക്കും പറയുന്നുണ്ട്. അപ്പോൾ പേപ്പറിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ 0 to 100 ടൈമിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വണ്ടി ഓടിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ
ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ടർബോ പെട്രോൾ മാരുതിക്ക് ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ബൂസ്റ്റർജെറ്റ് വന്നെങ്കിലും അത് തിരിച്ചുപോയി, പിന്നീട് വീണ്ടും വരികയാണ്. അപ്പോൾ ടർബോ പെട്രോളിലേക്കുള്ള ഒരു വരവ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സ്വിഫ്റ്റിന്റെ ആ ഒരു സ്വിഫ്റ്റ് സ്പോർട്ട് അല്ലെങ്കിൽ സ്വിഫ്റ്റിന്റെ പല വേരിയന്റും ടെസ്റ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബൂസ്റ്റർജെറ്റ് ചിലപ്പോൾ വരുന്ന കാലങ്ങളിൽ സ്വിഫ്റ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളിലേക്കൊക്കെ വന്നേക്കാം, ഈ ഒരു വണ്ടി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ. അപ്പോൾ വലിയ വീലുകളുണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കൗതുകമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രോങ്സും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു വണ്ടി തന്നെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. സൺറൂഫ് കാണില്ല, ഒരു പോരായ്മയാണ്. സൺറൂഫിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അധികമായിട്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്, എനിക്ക് തോന്നുന്നത് ഒരു ക്രോസ് ഓവറിഷ് വണ്ടിയായി വരുമ്പോൾ 4 വീലുകൾ ഡിസ്ക് ആവാമായിരുന്നു. പക്ഷേ ഡിസ്ക് അല്ല, 4 വീലിലും ആ ഒരു ഡിസ്ക് അല്ല, ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും തന്നെയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബലനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ബലനോട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫ്രോങ്സിൻ്റെ ഒരു കാര്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 ഐറ്റംസ്, അതായത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഐറ്റവും തീർത്തും പോപ്പുലർ അല്ലാത്ത ഐറ്റവും കളിക്കുന്ന 2 കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടി ആ കുട്ടിയേക്കാൾ തീർത്തും താഴെയൊന്നുമല്ല. അതായത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 2 വണ്ടികളും 2ആയിട്ട് ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ 2ആയിട്ട് അൺവീൽ ചെയ്തിരുന്നെങ്കിൽ തീർത്തും ഒരു അറ്റൻഷൻ കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്ക് ഈ ഒരു ഫ്രോങ്സിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രോങ്സും നെക്സയിലൂടെയാണ് വരുന്നത്. പ്രൈസ് പറഞ്ഞിട്ടില്ല, അതും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാരുതിയുടെ ആ ഒരു പുതിയ വർഷം എന്ന് പറയുന്നത് തീർത്തും നല്ലതാണ്. അതായത് 2023 തന്നെ വരുന്ന 2 വണ്ടികളാണല്ലോ ജിംനിയും ഫ്രോങ്സും ഒക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ആ ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ പവലിയനിലെ വണ്ടികളാണോ. അപ്പോൾ ഏത് വണ്ടികൾ ആദ്യം ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്നും താഴെ കമന്റ് ചെയ്യുള്ളൂ. മാത്രമല്ല ഫ്രോങ്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. അതായത് നല്ല വണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത്, ബലനൊക്കെ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനും പോലുള്ള കാര്യങ്ങൾ, സേഫ്റ്റിയുടെ കാര്യത്തിൽ എയർ ബാഗുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതല്ലാണ്ട് മറ്റെന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.